വയറ് കുറയ്ക്കാനെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് പ്ലാങ്ക്. പക്ഷേ സങ്കടകരമായ കാര്യം 90% ആളുകളും പ്ലാങ്ക് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള രീതിയിലാണ്. നമ്മൾ പ്ലാങ്ക് ചെയ്യുന്നത് നമ്മളുടെ വയറ് കുറയ്ക്കാനല്ല, നമ്മളുടെ കോർ റീജിയൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്ലാങ്ക് ഒരു ഐസോമെട്രിക് വിഭാഗത്തിൽ പെടുന്ന ഒരു എക്സസൈസ് ആണ്. അതായത് ബോഡിക്ക് പുറമെ വിസിബിളായ മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ലെങ്കിലും മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും ഇഞ്ചുറി റീഹാബിലിറ്റേഷനും ഒക്കെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് പ്ലാങ്ക്. ആദ്യമായി പ്ലാങ്ക് ചെയ്യുമ്പോൾ ലെഗ് രണ്ടും വൈഡാക്കി വെക്കാതെ രണ്ട് ലെഗ് കൂടെ അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം നീ ബെൻഡ് ചെയ്ത് പിടിക്കാതെ സ്ട്രെയിറ്റ് ആക്കി തന്നെ പിടിക്കേണ്ടതാണ്. അടുത്തത് ഷോൾഡർ ഡിസ്റ്റൻസിൽ എൽബോ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഷോൾഡർ ലൂസാക്കി പിടിക്കാതെ ഷോൾഡർ ടൈറ്റ് ആക്കി പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡർ ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. തല നിങ്ങൾ സ്ട്രെയിറ്റ് ആക്കി തന്നെ പിടിക്കേണ്ടതാണ്. മുകളിലേക്കോ താഴേക്കോ പൊക്കി പിടിക്കരുത്. അങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ നെക്ക് പെയിൻ ഉണ്ടാകാൻ അതൊരു കാരണമാവും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും 90% ആളുകളും തെറ്റിക്കുന്നതുമായിട്ടുള്ള കാര്യം. പ്ലാങ്ക് ചെയ്യുമ്പോൾ ഒരിക്കലും സ്പൈൻ ഒരുപാട് വളഞ്ഞോ ഒരുപാട് പൊക്കിയോ വെക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലോവർ ബാക്ക് പെയിൻ ഉണ്ടാകാനോ നിങ്ങളുടെ കോർ മസിലിന്റെ എൻഗേജ്മെന്റ് കുറയാനോ സാധ്യതയുണ്ട്. സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി തന്നെ പിടിക്കുക. അതിനുശേഷം നമ്മളുടെ കോർ മസിൽസ് ടൈറ്റ് ആക്കി എൻഗേജ് ചെയ്ത് പിടിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ ആംഗിളിൽ നിന്ന് ഹെഡ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സാങ്കല്പിക ലൈൻ വരയ്ക്കുക. ഈ സാങ്കല്പിക ലൈൻ ക്രോസ് ചെയ്ത് നിങ്ങളുടെ ഒരു മേജർ ജോയിന്റ്സും മുകളിലേക്കോ താഴേക്കോ പോകാൻ പാടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്.